ഗൈസ്, നമ്മൾ ടി വിയിലും പത്രത്തിലൊക്കെ കണ്ടുവരുന്നത് പോലെ അതേ ഒരു സാഹചര്യം ഇതാ ഇന്ന് ഞങ്ങളെ മുമ്പിലും എത്തിയിരിക്കുകയാണ്. ഇന്ന് നല്ല കോരിച്ചൊരിഞ്ഞുള്ള മഴയാണ്. രാത്രിയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ദേ നീണ്ടു കിടക്കുന്നു വലിയൊരു പെരുമ്പാമ്പ്. അയ്യോ അമ്മേ എന്നുള്ള വിളി കേട്ടിട്ടാണ് ഞാനും അച്ഛനും ആദ്യം ശ്രദ്ധിക്കുന്നത്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്, ആൾക്ക് മുകളിലേക്ക് വരാൻ എന്തോ ഒരു തടസ്സമുണ്ടെന്നുള്ളത്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ദേ കിടക്കുന്നു വലിയൊരു പെരുമ്പാമ്പ്. പാമ്പിൻ്റെ ശല്യം കൂടി വന്ന സാഹചര്യത്തിൽ നമുക്കെല്ലാം വാട്സപ്പിൽ വന്നിരുന്നില്ലേ റെസ്ക്യൂ ടീമിൻ്റെ ഫോൺ നമ്പർ. അതിൽ ഞാൻ ഒരു ഫോൺ നമ്പർ കണ്ടിരുന്നു. ഞാൻ അതിലേക്ക് ഉടനെ തന്നെ വിളിച്ചപ്പോൾ ആൾ ഒരു 2-3 റിങ്ങിൽ ഫോൺ എടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദൂരെയാണുള്ളത്, അടുത്തുള്ള ഒരാളെ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ അവർ നമ്പറും തന്നില്ല. പിന്നീട് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് സമയം കളയാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ഉടനെ തന്നെ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു. അദ്ദേഹം ഒരാളെ വിളിക്കുകയും അയാൾ അരമണിക്കൂറിനുള്ളിൽ വരികയും ചെയ്യാമെന്ന് പറഞ്ഞു. ആൾ ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: പാമ്പ് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ കൃത്യമായി കണ്ടുവെക്കണം എന്നുള്ളത്. അച്ഛനും എൻ്റെ ഭർത്താവും കൂടെ പാമ്പിൻ്റെ പിന്നാലെ ടോർച്ചടിച്ച് നിന്നു. അപ്പോഴേക്കും അയൽവാസികളായ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എത്തി. ദേ കൂടെ ഞങ്ങളെ വാർഡ് മെമ്പറും എല്ലാവരും പരിസരം കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ട് തന്നെ നിന്നു. വാർഡ് മെമ്പർ പാമ്പിരിക്കുന്ന മാളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഞങ്ങളുടെ കഥാനായകൻ എത്തിയിരിക്കുന്നു. റെസ്ക്യൂവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്, കട്ട പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നമ്മൾ മാളത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പാമ്പിൻ്റെ തലയാണ് കേട്ടോ. റെസ്ക്യൂവർ പാമ്പിരിക്കുന്ന സ്ഥലം വളരെ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. പാമ്പിൻ്റെ ഇരിപ്പ് വശവും കിടപ്പ് വശവുമെല്ലാം അദ്ദേഹത്തിന് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അദ്ദേഹം എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയും പാമ്പിനെ പിടിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. പാമ്പിനെ പിടിക്കാനുള്ള ചാക്കാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഒരു മരക്കഷ്ണവും ഒരു കല്ലൊക്കെ എടുത്ത് അദ്ദേഹം ചാക്ക് സജ്ജീകരിച്ച് വെച്ചു. ശേഷം ഒരാളെ ടോർച്ച് അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. മെല്ലെ സ്റ്റിക്ക് കൊണ്ട് പാമ്പിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം വാലിൽ പിടിച്ചിട്ടൊറ്റ വലി, പാമ്പ് പുറത്തേക്ക് ചാടി. അത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. വളരെ ബലം കൂട്ടിയാണ് പാമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും വളരെ ബലം കൂട്ടി പാമ്പിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെയോ സ്റ്റിക്ക് ഉപയോഗിച്ച് പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം പാമ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കും. പാമ്പാണെങ്കിൽ ബലം കൂട്ടി മാളത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും. വലുതൊന്നുമല്ല, എങ്കിലും ഒരിടത്തരം വലുപ്പമുള്ളൊരു പാമ്പാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാമ്പ് വന്നെങ്കിലും അദ്ദേഹം നൈസായിട്ട് പാമ്പിനെ മാറ്റി നിർത്തി. 1-2 തവണ പെരുമ്പാമ്പൊന്ന് കുതിരയോടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹസികത മൂലം പെരുമ്പാമ്പ് ചാക്കിലേക്ക് തന്നെ കയറാൻ ശ്രമിക്കുകയാണ്. അതാ ഇപ്പം തന്നെ കയറും. അതേ കയറി. നിധി എങ്ങാൻ കിട്ടിയ പോലെ അദ്ദേഹം പാമ്പിനെ ചാക്കിലാക്കി. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാം. എന്നാൽ ഒരു കാര്യത്തിലൊരു തീരുമാനമുണ്ടായി. പാമ്പിനെ മാത്രം പേടിയുള്ള എൻ്റെ ഏട്ടൻ നാളെ മുതൽ നേരത്തെ വീട്ടിൽ കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി.